പിറ്റേന്ന് ഹീറോയും കൂട്ടുകാരും ഒത്തുകൂടുമ്പോൾ നമ്മുടെ അളിയച്ചാര് വന്നിട്ടില്ല. ഇവര് ടവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അളിയൻ ടവറിലേക്ക് സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട്. ഇവരോടൊന്നും ആ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ല. എന്തിനാ അയാൾ പോണെന്നറിയില്ല. സോ അളിയൻ തിരിച്ചു വരുന്നവരെ ഹീറോ കാത്തിരുന്നിട്ട് നീ എന്തിനാടാ ഇപ്പോൾ ടവറിൽ പോയെന്ന് ചോദിക്കും. അളിയൻ പറയാണ് അവിടുത്തെ ബോസ് എന്നെ വിളിച്ചിരുന്നു, ഇപ്പൊ ബിൽഡിംഗിൽ മാനേജർ ഇല്ലാത്രേ, അതുകൊണ്ട് എന്നെ ബിൽഡിംഗ് മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോവാന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് കേട്ടുടനെ നിന്നെയോ, നിനക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല, നിനക്കൊന്നും മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, പിന്നെ എന്ത് കണ്ടിട്ടാണോ നിന്നെ അയാൾ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്? ഇത് ഞാൻ സമ്മതിക്കില്ല. അത് കേൾക്കുമ്പോൾ അളിയൻ പറയും എന്തായാലും 20 മില്യൺ കൊള്ളയടിക്കുന്നതിനേക്കാളും നല്ലതാണ് അവിടെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. നിന്റെ സമ്മതം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. അവരെന്നെ അപ്പോയിന്റ് ചെയ്യുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു. നിന്നെപ്പോലെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെപ്പോലെ എനിക്ക് മാനേജ് ചെയ്യാലോ, അത് മതി. അവരല്ലേ വിളിച്ചത്, ഞാൻ പൊക്കോളാം. പക്ഷെ മറ്റൊരു കാര്യം, ഞാൻ അവിടെ മാനേജറായി ഇരിക്കുമ്പോൾ അതിനകത്തൊരു കൊള്ള നടത്താൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. നിങ്ങളാരും അതിനകത്തേക്ക് കയറിപ്പോകരുത്. എനിക്ക് കുടുംബമുണ്ട്, സമാധാനമായിട്ട് ജീവിക്കണമെന്നും പറഞ്ഞ് ഹീറോയെ ചീത്തയും പറഞ്ഞിട്ട് അളിയൻ അവിടെ നിന്ന് മാറിപ്പോവും. കഥയിൽ വലിയൊരു ട്വിസ്റ്റായി. ഒരു മെമ്പർ മാറിപ്പോയി. ഇപ്പൊ ഇവിടെ ലോക്ക് തുറക്കാൻ വേണ്ടി നമ്മുടെ ഗുണ്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്തെ അവര് കള്ളനെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, കഴിക്കാനും താല്പര്യമില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ്സുകാരൻ, പണക്കാരൻ, പോലീസുകാരിയായ ഹീറോയിനെ വിളിച്ചു വരുത്തുന്നു. കൂടെ തന്നെ അയാളുടെ വക്കീലുണ്ട്. വക്കീല് പറയും ശനിയാഴ്ചത്തേക്ക് വെച്ചിരുന്ന പണക്കാരന്റെ വിചാരണ ജഡ്ജ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. കാരണം വ്യാഴാഴ്ച താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞൊരു വലിയ പൂരം നടക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം ആ പൂരത്തെയാണ് ശ്രദ്ധിക്കുക. ആ സമയത്ത് ഇയാളുടെ കേസ് നടത്തുകയാണെങ്കിൽ വലിയ മീഡിയ ശ്രദ്ധയോ ആൾക്കാരുടെ ശല്യമോ ഉണ്ടാവില്ല. ഇയാൾക്ക് പീസ്ഫുള്ളായിട്ട് ഇറങ്ങിപ്പോവാം. അതുകൊണ്ട് ജഡ്ജ് വ്യാഴാഴ്ചത്തേക്ക് തന്നെ, അതായത് 2 ദിവസം മുന്നേ തന്നെ വിചാരണ വെച്ചിരിക്കുകയാണെന്ന് വക്കീല് നമ്മുടെ പോലീസുകാരോട് പറയും. അന്നേ ദിവസം ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകണം. ശരി, അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ഹീറോയിൻ പോകാൻ നേരത്ത് ഈ പണക്കാരൻ മറ്റൊരു കുഴപ്പം കൂടെ പറയുന്നുണ്ട്. അയാൾ ഹീറോയെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. താൻ റിലീസായ അടുത്ത നിമിഷം ഹീറോയ്ക്കെതിരെ തന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിന് കേസ് ചാർജ് ചെയ്യാൻ പോവാണെന്ന് പുള്ളിക്കാരൻ പറയും. അതിന് ഹീറോയിൻ അയാൾ നിങ്ങളോട് മാപ്പ് ചോദിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾ അയാളെ വെറുതെ വിടുന്നില്ല? അത് കേൾക്കുമ്പോൾ പണക്കാരൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മാത്രം തെറ്റിന് പരിഹാരമാവില്ലല്ലോ, പണിഷ്മെന്റും കൂടെ വേണ്ടേ, ഇത് പണിഷ്മെന്റിനുള്ള സമയമാണെന്ന് പറയും. ഇതറിഞ്ഞ പോലീസുകാരി ഉടനെ തന്നെ ഹീറോയിനെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. പണക്കാരന്റെ വിചാരണ ശനിയാഴ്ചയല്ല വ്യാഴാഴ്ചയാണ്. അന്ന് തന്നെ നിനക്കുള്ള അറസ്റ്റ് വാറണ്ടും വരുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്നൊരു ലോയറെ കണ്ടുപിടിക്കുക ജോഷുവ, അല്ലെങ്കിൽ നിനക്ക് കുഴപ്പമാണെന്ന് പോലീസുകാർ പറയും. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഹീറോ നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി എന്നാണ് കൂട്ടുകാരോട് പറയുന്നത്. സോ എന്തോ ഒരു പ്ലാൻ ഹീറോ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നാണ് தெரியாது പാപ്പം. അടുത്ത ദിവസമാണ് ഈ താങ്ക്സ് ഗിവിംഗ് ഡേ. അതായത് ആ സിറ്റിയിലെ ഒരു തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ആൾക്കാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. പിറ്റേന്ന് കാലത്ത് തന്നെ ഹീറോ നമ്മുടെ ഇന്ത്യക്കാരനെ വിളിച്ച് ഹീറോയുടെ അനിയത്തി പോകുന്ന ട്രെയിനും സമയവും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അനിയത്തിയുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം അടിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടവർ നിൽക്കുന്ന അതേ തെരുവിലാണ് വലിയ ഷോ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആൾക്കാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്, ഒരുപാട് പോലീസുകാരുണ്ട്. അങ്ങനെ വമ്പൻ പരിപാടികൾ തെരുവിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ അളിയൻ പുതിയ മാനേജറായി സത്യപ്രതിജ്ഞ ചെയ്ത് ജോലിക്ക് പ്രവേശിക്കുന്നു. ഈ നേരം നമ്മുടെ ഇന്ത്യക്കാരനില്ലേ ഹീറോയുടെ അനിയത്തിയുടെ അടുത്തേക്ക് പോവാണ്. അതായത് അളിയന്റെ ഭാര്യയുടെ അടുത്തേക്ക്. അനിയത്തി അറിയാതെ അനിയത്തിയുടെ മൊബൈൽ ഫോൺ ഈ ഇന്ത്യക്കാരൻ അടിച്ചു മാറ്റും. അതെന്തിനാന്നുള്ളത് നമുക്ക് കാണാം. നമ്മുടെ സെക്യൂരിറ്റി മുത്തശ്ശനല്ലേ, പുള്ളിക്കാരനും ടവറിന് മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. അങ്ങേര് ജോലിക്ക് തിരിച്ചു കയറി. ഇപ്പൊ ഇന്ത്യക്കാരൻ അടിച്ചു മാറ്റി അനിയത്തിയുടെ ഫോൺ അത് അയാൾ കൊണ്ടുവന്ന് ഹീറോയ്ക്ക് കൊടുക്കുന്നു. ഈ നേരത്താണ് ടവറിൽ നിന്നും നമ്മുടെ ബിസിനസ്സുകാരനെ പോലീസുകാർ കോടതിക്ക് കൊണ്ടുപോകുന്നു. കറക്റ്റ് ബിസിനസ്സുകാരൻ ടവറിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടനെ നമ്മുടെ ഗുണ്ട് ചേച്ചി ഹീറോയ്ക്ക് റിപ്പോർട്ട് ചെയ്യും, അവരിറങ്ങിപ്പോയി എന്ന് പറയും. ഈ സമയത്താണ് പ്രതീക്ഷിക്കാത്ത മറ്റൊരു സംഭവം നടക്കുന്നത്. ഇതുവരെ കള്ളം മാത്തപ്പൻ ഇവരെ ടീമിലേക്ക് എത്തിയിട്ടില്ല. നോക്കുമ്പോണ്ട് തെരുവിൽ പഴയൊരു ട്രക്ക് കൊണ്ടുവന്ന് സൈഡാക്കി നിർത്തിയിട്ട് ഹീറോയുടെ കോട്ടൊക്കെ ധരിച്ച് അയാൾ നേരെ ടവറിലേക്ക് കയറിപ്പോകുന്നു. ഈ കാര്യം അയാൾ ഹീറോയോട് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ ചതിക്കാൻ പോവാണെന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ ഹീറോ ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന അവൻ കള്ളനാണ്, കള്ളൻ ചതിക്കും എന്നുള്ളത് ഹീറോയ്ക്ക് അറിയാം. നമ്മുടെ ഗുണ്ട് ചേച്ചി ലോക്ക് തുറക്കുന്ന എങ്ങനെയാണെന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തല്ലോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ആ ലോക്ക് തുറന്ന് മുഴുവൻ പണവും അടിച്ചു മാറ്റാനാണ് കള്ളന്റെ ശ്രമം. ഇൻവെസ്റ്ററും ഇന്ത്യക്കാരനും ചോദിക്കും നമ്മളിപ്പോൾ എന്താ ചെയ്യാന്ന്. അതിന് ഹീറോ പറയും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട, നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. വി സ്റ്റിക്ക് ടു ദ പ്ലാൻ. ഈ സമയത്ത് ഹീറോയുടെ ഒരു കൂട്ടുകാരനില്ലേ, സെക്യൂരിറ്റിയിലൊരു കൂട്ടുകാരൻ, അയാൾക്ക് ഹീറോ ഒരു ഫ്രഞ്ച് മുത്തുച്ചിപ്പി കൊടുത്തിട്ടുണ്ട്. അതെല്ലാരോടും മറിച്ച് നോക്കാൻ ഹീറോ പറഞ്ഞിരുന്നു. സോ സെക്യൂരിറ്റിക്കാരെല്ലാം ആ തുണ്ടു പുസ്തകം മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് അളിയച്ചന് നമ്മുടെ അളിയൻ ചെറുക്കൻ ഒരു മെസ്സേജ് ലഭിക്കുന്നു ഭാര്യയുടെ ഫോണിൽ നിന്നും. എന്റെ വാട്ടർ ബ്രേക്കായി, എത്രയും പെട്ടെന്ന് പ്രസവം ഉണ്ടാവും, ഞാൻ ഇന്ന ആശുപത്രിയിലാണ്, വേഗം വരണം എന്നായിരിക്കും ആ മെസ്സേജ്. ഇത് കിട്ടിയ ഉടനെ അളിയൻ ആ ആശുപത്രിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ അളിയന്റെ ശല്യവും മാറിപ്പോയി കഴിയുമ്പോൾ തെരുവെല്ലാം തിരക്കെടുത്തിരിക്കുന്ന സമയത്ത് കറക്റ്റ് ഗ്യാപ്പിന്
ഹീറോയും കൂട്ടുകാരും അപ്പാർട്ട്മെന്റിനകത്തേക്ക് കടക്കുന്നു. പുറത്തെ തിരക്ക് കാരണം പുറത്തുള്ള ക്യാമറ ആരും ശ്രദ്ധിക്കില്ല. ഇനി അകത്തുള്ള ക്യാമറ, അതിനാണ് സെക്യൂരിറ്റിക്കാർക്ക് തുണ്ടുപുസ്തകം കൊടുത്തിരിക്കുന്നത്. അവരതും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഇവരകത്തേക്ക് വരുന്നു. ഇനി ലോബി കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി പോകണം, ആരും കാണാതെ. ആ സമയത്തായിരിക്കും ഗുണ്ടു ചേച്ചി അവിടെ ജോലി ചെയ്യുന്ന ചൈനക്കാരന്റെ പിറന്നാളാണെന്നും പറഞ്ഞ് അയാൾക്ക് കേക്ക് കൊണ്ടുവരുന്നു. പുള്ളിക്കാരൻ ഇന്നെന്റെ പിറന്നാളല്ലാന്ന് ചൈനയിൽ പറയുന്നുണ്ട്, ആർക്കും മനസ്സിലാവില്ല. ഈ നേരത്ത് നമ്മുടെ വിവരമുള്ള കള്ളൻ അയാൾ ബാങ്ക് എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കെട്ടിടത്തിനകത്തേക്ക് വന്നിട്ടുണ്ടാവുക. നമ്മുടെ ഇൻവെസ്റ്ററെ വീട് ബാങ്ക് ജപ്തി ചെയ്തില്ലേ, ആ വീട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കള്ളൻ വന്നിട്ടുണ്ടാവുക. അത് വിൽക്കുമ്പോൾ പ്രത്യേകം ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് ഇയാൾ പറയും. എന്നിട്ട് ആ അപ്പാർട്ട്മെന്റ് എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ഓണർ ഞങ്ങളത് പുതുക്കി പണിതുകൊണ്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ബോസിന്റെ കൂടെ കള്ളൻ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുന്നു. ഹീറോയും ടീമുമാണ് ശരിക്കും ലിഫ്റ്റിൽ കയറി പോകേണ്ട ആൾക്കാർ. പക്ഷെ മറ്റേ ടീം ലിഫ്റ്റിൽ കയറിയതുകൊണ്ട് തന്നെ ഹീറോയും കൂട്ടുകാരും സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് ഓടിച്ചെല്ലും. ഈ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കള്ളനെ കൊണ്ടുവന്ന ബോസ് അവിടുത്തെ റൂമുകൾ ഓരോന്നായിട്ട് കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കള്ളൻ ബോസിനെ ബാത്റൂമിൽ ഇട്ട് പൂട്ടിവെക്കും. എന്നിട്ട് ആര് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ റേഡിയോയും ഓണാക്കി വെക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗുണ്ടു ചേച്ചി കേക്കിൽ മയക്കുമരുന്ന് കലർത്തിയിട്ട് പണക്കാരന്റെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാരന് ഇന്ന് ചൈനക്കാരന്റെ ബർത്ത്ഡേയാ, നിങ്ങൾ ഉറപ്പായിട്ടും കേക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. പക്ഷെ ആ പോലീസുകാരനാവട്ടെ എനിക്ക് കേക്ക് അലർജിയാണ്, ഞാൻ കഴിക്കില്ല എന്ന് പറയും. ഇനി ഇവനെ വീഴ്ത്താൻ വേറെ മാർഗമൊന്നുമില്ല, സമയം കഴിഞ്ഞു പോയില്ലേ, ഇനി ഒരൊറ്റ വഴിയുള്ളൂന്നും പറഞ്ഞ് ചേച്ചി താൻ ഉരുട്ടിക്കൊണ്ടുവന്ന ട്രോളി കൊണ്ട് പോലീസുകാരനെ വലിഞ്ഞൊരൊറ്റയിടി, അയാൾ ബോധം കെട്ടു വീണു. അടുത്തത് ഹീറോയിൻ ടീമും നേരെ ലിഫ്റ്റ് മുറിയിലേക്ക് ചെന്നിട്ട് ലിഫ്റ്റിന്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. അതുകൊണ്ട് ലിഫ്റ്റ് പാതി വഴിയെ നമ്മുടെ കള്ളനുമായിട്ട് നിന്നു. എന്നാൽ കള്ളൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ആരോ തന്നെ കൊടുക്കാൻ ശ്രമിക്കാന്ന് മനസ്സിലാക്കിയിട്ട് കള്ളൻ ലിഫ്റ്റിന്റെ മേൽഭാഗവും പൊളിച്ചിട്ട് അകത്തേക്ക് കയറി വരിക. അപ്പോഴേക്കും ഹീറോയിൻ ടീമും പണക്കാരന്റെ ഫ്ളാറ്റിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പോലീസുകാരൻ കിടക്കുന്ന കണ്ട് സംശയപ്പെടാതിരിക്കാൻ വേണ്ടി അവരയാൾ ഉറങ്ങുന്നത് പോലെ എടുത്തിരുത്തും. എന്നിട്ട് നേരെ ഈ മങ്കി തൊപ്പിയൊക്കെ ധരിച്ചിട്ട് ഫ്ളാറ്റിനകത്തേക്ക് കടന്ന് അവിടെയുള്ള ക്യാമറയിലെല്ലാം ഇമോജി സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുകയാണ്. പിന്നെ ആ സേഫ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള തെരച്ചില്. ചുമരെല്ലാം കൊട്ടിക്കൊട്ടി നോക്കുക. അവസാനം ഒരു ഭാഗം പൊള്ളയാണെന്ന് കണ്ടുപിടിച്ചു. അവർ ചുറ്റികൊണ്ട് അടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് സേഫ് ഉണ്ട്. കറക്റ്റ് അത് തുറക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ കള്ളൻ തോക്കുമായിട്ട് വരുന്നത്. ഇവർ നീ എന്തൊരു ചതിയനാടാ, കൂടെ നിന്നിട്ട് അവസാനം എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങാൻ നോക്കുന്നു പെരുങ്കള്ള, നീ ഒരു നാറിയാന്ന് പറയുമ്പോൾ കള്ളൻ പറയും തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതലേ പറയുന്നതല്ലേ ഞാനൊരു കള്ളനാണ്, പെരുങ്കള്ളനാണ്, നാറിയാണെന്ന്. നിങ്ങൾക്ക് വിശ്വാസമായില്ല, ഇപ്പൊ വിശ്വസിക്കുന്നില്ലേ, അതുകൊണ്ട് പുറകോട്ട് പോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലും. അത് കേട്ട് ഹീറോ പറയും നീ പറയുന്നത് പോലെ പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറില്ല, എല്ലാത്തിനും അവസാനം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തോ, അതിനു മുന്നേ എൻ്റെ കോട്ട് തിരിച്ചു തരണം. നാണമില്ല എൻ്റെ കോട്ട് ഇട്ടിട്ട് വരാൻ, ഞാൻ പുറകോട്ട് പോവില്ല. കള്ളനാണെങ്കിൽ വീണ്ടും വീണ്ടും ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവർ പുറകോട്ട് മാറുന്നില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ചേച്ചിയുടെ എൻട്രൻസ്. മര്യാദയ്ക്ക് തോക്ക് താഴെ വെച്ചോടാ, അല്ലെങ്കിൽ നിന്റെ പട്ടത്തല ഞാൻ പൊട്ടിച്ചോളെ. ചേച്ചിയുടെ കയ്യിൽ ഒരു തോക്കുണ്ട്, കീഴടങ്ങുന്നതാണ് നിനക്ക് ബുദ്ധി. സോ വേറെ വഴിയില്ലാതെ കള്ളൻ കീഴടങ്ങുന്നു. നമ്മുടെ ഇൻവെസ്റ്റർ കള്ളന്റെ തോക്ക് തട്ടിയെടുക്കും. എന്നിട്ട് അയാളെ മിരട്ടി മുട്ടുകുത്തിയിരുത്തിയിരിക്കുക. ആ സമയത്ത് താഴെ ലോബിയിൽ ഭാര്യയെ തപ്പാൻ പോയ അളിയൻ ചെറുക്കൻ തിരിച്ചു വന്നു. ഭാര്യ ആശുപത്രിയിൽ കാണുന്നില്ല. വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെയുണ്ട്. നീ ഇനിയും പ്രസവിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം ഇറങ്ങിപ്പോടാൻ നാറി എന്നാണ് അവൾ പറയുന്നത്. പിന്നെന്തിനാ എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോൺ തന്നെ കാണാതെ പോയി, ഞാൻ എവിടുന്ന് നിനക്ക് മെസ്സേജ് അയച്ചെന്ന് അവൾ ചോദിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവൻ സെക്യൂരിറ്റി മുറിയിലേക്ക് വരും. അപ്പോൾ ഈ പോലീസുകാരൻ്റെ കിടത്തം CCTVയിൽ കാണുമ്പം അത്ര രസമില്ല, എന്തോ കുഴപ്പമുണ്ടല്ലോ. മിസ്റ്റർ സൈമൺ എവിടെയാണ്, പണക്കാരൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പണക്കാരൻ പുറത്തു പോയിരിക്കുക. ബോസ് ആണെങ്കിൽ ആർക്കോ അപ്പാർട്ട്മെന്റ് കാണിക്കാൻ പോയി തിരിച്ചു വന്നിട്ടില്ല. സോ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അളിയൻ കക്കാൻ കയറി എന്നുള്ളത് അളിയന് മനസ്സിലായി. ഈ സമയത്താണ് മറ്റൊരു ബഡോ ട്വിസ്റ്റ്. പോലീസുകാരിയും കൂട്ടുകാരും പണക്കാരനെ കോടതി കൊണ്ടുപോയി നോക്കുമ്പോണ്ട് അവിടുത്തെ ഓഫീസർ നിങ്ങളാരാ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇന്നീ നാട്ടിൽ മൊത്തം പൊതു ലീവല്ലേ, കോടതിയിലേക്ക് വരാൻ നിങ്ങൾക്കാരാ പെർമിഷൻ തന്ന്. ഇത് കേൾക്കുമ്പോൾ ഇവര് ഞെട്ടും. ജഡ്ജാണ് വക്കീലിനെ വിളിച്ച് പറഞ്ഞത് ഇന്ന് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് വരാൻ വേണ്ടി, എന്നിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞാലോ. അപ്പൊ അവിടുത്തെ കോടതി ഓഫീസർ പറയും നിങ്ങൾക്ക് ഭ്രാന്താണോ, ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്, പ്രത്യേകിച്ച് കോടതിക്ക് ഇന്ന് ഹോളിഡേയാ. ജഡ്ജ് പുതിയ ഭാര്യയായി ടൂറ് പോയിട്ട് ഒരാഴ്ചയായി, എന്നിട്ട് അങ്ങേരെങ്ങനെ നിങ്ങളെ വിളിച്ച് പറയുന്നു. ഇത് കേട്ട ഉടനെ പോലീസ് ചേച്ചിക്ക് എന്തോ പണി കിട്ടിയത് മനസ്സിലായി. അവരെത്രയും പെട്ടെന്ന് പണക്കാരനെയും വിളിച്ച് ഫ്ളാറ്റിലേക്ക് തിരിച്ചോടി വരാം. ആ നേരത്ത് ഫ്ളാറ്റിൽ നമ്മുടെ ഗുണ്ടു ചേച്ചി അവരെ കരവിരുതൊക്കെ കാണിച്ച് സേഫ് എങ്ങനെയോ തുറന്നു. ഹീറോയോടാണ് ധൈര്യത്തോടെ വാതിൽ വലിച്ചു തുറക്കാൻ പറയുക. ഹീറോ സന്തോഷം കൊണ്ട് വലിച്ചു തുറക്കുമ്പം അകത്ത് കുച്ചുനഹി കാറ്റ് പോലുമില്ല. ഇപ്പോഴാണ് കാറ്റിനകത്ത് കയറിയത്. ഇത്രയും കഷ്ടപ്പെട്ടത് ഒന്നുമില്ലാത്ത സേഫിന് വേണ്ടി. ഇതിനാണോടെ എന്നെ വേഷം കെട്ടിച്ചത്. ഈ മണ്ടന്മാരെ കൂടെ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. എന്റെ തോക്ക് തിരികെത്താ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് കള്ളൻ ഇൻവെസ്റ്ററോട് തോക്ക് ചോദിക്കുക. പക്ഷെ ഇൻവെസ്റ്റർ കൊടുക്കില്ല. തോക്ക് തന്നാ നിന്റെ സ്വഭാവം മാറും, എനിക്കറിയാം, തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇൻവെസ്റ്റർ തോക്ക് മാറ്റിവെക്കുന്നു. കള്ളൻ അത് പിടിച്ച് പറിക്കാൻ വേണ്ടി അടിയുണ്ടാക്കുന്നു. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ പരസ്പരം അടിയാവുമ്പോൾ തോക്കറിയാതെ പൊട്ടും. ഈ ഉണ്ട നേരെ ചെന്ന് കൊള്ളുന്ന ആവട്ടെ കാറിലെ ബോണറ്റിൽ. അപ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത് കാറിലെ പെയിന്റ് ഇളകിയാൽ
ഒരു സ്റ്റീൽ കളറാണ് കാണേണ്ടത്. പക്ഷെ ഇവിടെ കണ്ടത് ഗോൾഡൻ കളറാണ്. കാറ് കാണുമ്പോൾ സ്വർണത്തെ പോലെയുണ്ട്. സംശയിച്ചിട്ട് ഹീറോ കയ്യിലൊരു ക്രോസ് ബാറും എടുത്ത് കാറ് മുഴുവൻ ചുരണ്ടി നോക്കും, അല്ലെങ്കിൽ ചൊരണ്ടി നോക്കും. അപ്പോഴാണ് മനസ്സിലാവുന്ന ഈ കാറ് മൊത്തം പണിതിരിക്കുന്നത് സ്വർണത്തിലാ. സോ പണക്കാരൻ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ പണം ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ സ്വർണ്ണ രൂപത്തിലാണ്. അതുകൊണ്ടാണ് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പക്ഷെ ഇവര് വിചാരിച്ചതുപോലെ 20 മില്യൺ അല്ല. ആ സ്വർണത്തിന്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം $45 മില്യൺ ആ കാറിന് വില വരുന്നത്. പങ്കുവെച്ചാൽ ഓരോരുത്തർക്കും 10 മില്യണെങ്കിലും കിട്ടും. എന്റെ പൊന്നെ, ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്, പമ്പൻ ലോട്ടറി. ഇനിയിപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകും? ഓരോ പീസായിട്ട് വെട്ടിമുറിച്ച് കൊണ്ടുപോയാലോ? എന്തിനങ്ങനെ കൊണ്ടുപോകണം? നമുക്ക് മൊത്തത്തിൽ കൊണ്ടുപോയാലോ എന്നുള്ള ചർച്ചയായിരിക്കും ഇവർ തമ്മി. പക്ഷെ കാറിന് ലിഫ്റ്റിൽ കയറ്റാൻ പറ്റില്ല. അതുമാത്രമല്ല, ഫ്രണ്ട് ഡോർ വഴി ഈ കാർ പുറത്തേക്ക് എടുക്കാനും പറ്റില്ല. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോഴാണ് കള്ളം പറയുക, ഞാൻ സഹായിക്കാം, എന്നെയും കൂടെ ചേർക്ക്. എന്തായാലും ഇത്ര ആയതല്ലേ. താഴെ ഇൻവെസ്റ്ററെ പിറ്റ്സ്ബർഗിന്റെ അപ്പാർട്ട്മെന്റ് കമ്പനിക്കാർ പൊളിച്ചിട്ടിരിക്കുക. അങ്ങോട്ട് കാർ എത്തിക്കുകയാണെങ്കിൽ അവിടെ പൊളിഞ്ഞെടുക്കുന്ന ഡോർ വഴി ലിഫ്റ്റിനടുത്തേക്ക് കാർ കൊണ്ടുപോകാം. അവിടേക്ക് എത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കള്ളൻ. അപ്പോഴാണ് ഹീറോ ആലോചിക്കുക, കെട്ടിടത്തിന് മുകളിലായി ഒരു റോപ്പ് ലിഫ്റ്റ് ഉണ്ട്. കെട്ടിടത്തിന്റെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്തിരിക്കുന്ന റോപ്പ് ലിഫ്റ്റാണത്. സോ അതുപയോഗിച്ച് ഈ കാറ് 6 ഫ്ലോർ താഴെ ഇൻവെസ്റ്റർ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാൻ ഇവർ തീരുമാനിക്കും. അങ്ങനെ ഇന്ത്യക്കാരൻ മോളിൽ ചെന്ന് ഈ ലിഫ്റ്റ് താഴത്തേക്ക് ഇറക്കുകയാണ്, റോപ്പ് ലിഫ്റ്റ്. നമ്മുടെ കള്ളനും ഹീറോയും ചേർന്ന് പണക്കാരന്റെ ഫ്ളാറ്റിൽ നിന്ന് പണക്കാരന്റെ ഫ്ളാറ്റിലുള്ള ഗ്ലാസ് ഒക്കെ മാറ്റി ഈ കാർ ആ റോപ്പിൽ കോർക്കും. ആ സമയത്തായിരിക്കും പോലീസുകാർ പണക്കാരനെയും കൊണ്ട് തിരിച്ചു വരുന്നത്. അപ്പൊ അവര് പണക്കാരനോട് പറയാണ്, മിസ്റ്റർ ഷോ, നിങ്ങൾ ആരോ പറ്റിച്ച് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളെ ഫ്ളാറ്റ് ആരോ കൊള്ളയടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ പണക്കാരൻ ഞെട്ടും. ഈ സമയത്ത് ഹീറോയും കള്ളനും കൂടെ എങ്ങനെയൊക്കെയോ ഈ കാറ് റോപ്പിലിട്ട് കൊളുത്തി കൊടുത്തു. എന്നിട്ട് മെല്ലെ ഇൻവെസ്റ്റർ അപ്പാർട്ട്മെന്റിന് അടുത്തേക്കായി ഇവർ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റർ ഇനി അത് അയാൾ അപ്പാർട്ട്മെന്റിലേക്ക് വലിച്ചു കയറ്റണം. പക്ഷെ ഈ കാറ് തൂങ്ങി ആടുന്ന കണ്ടിട്ട് അയാൾക്ക് മുട്ട് വരയ്ക്കാൻ തുടങ്ങും. ഞാൻ എന്റെ വീട്ടിൽ പോവാണ്, എന്നെ കൊണ്ട് നടക്കില്ല, എനിക്ക് പേടിയാ, ഇമാതിരി പരിപാടി ഞാൻ ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് അയാൾ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കുക. അതേ നേരത്ത് വേറൊരു പണിയും കൂടെ നമ്മുടെ കള്ളനും ഹീറോയ്ക്കും കിട്ടുന്നുണ്ട്. കാവലുണ്ടായിരുന്ന പോലീസുകാരന് ബോധം വന്നിട്ട് അയാൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ഇവർക്ക് വേറെ വഴിയില്ലാതെ ഡോറ് വഴി പുറത്തേക്ക് പോകാൻ പറ്റാതെ ഇവര് റോപ്പും പിടിച്ച് ഈ കാറ് പോയ അതേ പാതയിലൂടെ ഇൻവെസ്റ്റർ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. ആ നേരത്ത് എന്തായാലും ഇത്രയുമായിട്ട് ഇവരെ കൈയൊഴിയാൻ പാടില്ല എന്ന് പറഞ്ഞ് മണ്ടനായ ഇൻവെസ്റ്റർ ഈ കാറ് തന്റെ മുറിയിലേക്ക് വലിച്ചിടാൻ വേണ്ടി അതിലേക്ക് കയറി പിടിക്കും. കാറ് കാറ്റത്താടി ഇയാളെയും വലിച്ചൊരു സപ്പോർട്ടും ഇല്ലാതെ തൂക്കിയിടാണ്. കൈവിട്ടാണ്ണം താഴെ വീണ് സോസായിട്ട് മാറും. അയാൾ ഹീറോയോട് അപേക്ഷിക്കുകയാണ്, ജോഷുവ, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കേ, എനിക്കിപ്പോൾ ചാവണ്ട, എനിക്കിപ്പോൾ ചാവാനുള്ള മനസ്സില്ല. ഹീറോ നോക്കുമ്പം ഇവർക്കാർക്കും ഇറങ്ങി വന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള വഴിയില്ല. ഇനിയുള്ള ഒരൊറ്റ വഴി ഈ ഇൻവെസ്റ്റ്മെന്റും തന്നെ എങ്ങനെയെങ്കിലും അടുത്തുള്ള റോപ്പിലേക്ക് വലിഞ്ഞു പിടിക്കുക എന്നുള്ളതാണ്. അതുമാത്രമേ ഉള്ള ഒരൊറ്റ വഴി. നീ എങ്ങനെയെങ്കിലും ചാടി പിടിക്കുന്ന ഹീറോ പറയുന്നുണ്ട്. അത് കേട്ട് ഇയാൾ ചാടുമ്പം കൈ സ്ലിപ്പായി താഴേക്ക് വീഴാൻ പോവും. ആൾക്ക് പിടുത്തം കിട്ടിയില്ല. പക്ഷെ ഭാഗ്യത്തിന് നമ്മുടെ അളിയച്ചാർ ഇവരെ ക്രൈം കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരുന്നു. അയാൾ ഇൻവെസ്റ്റർ എങ്ങനെയോ കൈ കൊടുത്ത് രക്ഷപ്പെടുത്തും. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താടായി കാണിക്കണേന്ന്. അവര് പറയും, ഒരു പഴയ കാറ് കട്ടെടുക്കാൻ നോക്കിയതാണെന്ന്. ഇപ്പൊ പണക്കാരനെയും കൊണ്ട് തിരിച്ചു വന്ന പോലീസുകാരിക്ക് അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അവിടെ പൂരത്തിന് തിരക്ക്. ഇവർക്ക് മറ്റൊരു വഴിയെ കറങ്ങി തിരിഞ്ഞു വന്നാലേ അകത്തേക്ക് കയറാൻ പറ്റും. ആ സമയത്ത് ഇവിടെ അളിയൻ ഹീറോയും കള്ളനും കാറിനോടൊപ്പം തൂങ്ങിയാടുകയാണല്ലോ. അവര് മരിക്കാതെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ കാർ അകത്തേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് അളിയൻ ഇവരെ സഹായിക്കാൻ തീരുമാനിക്കും. പുള്ളി റോപ്പിലൊരു കുളത്തൊക്കെ കെട്ടിയിട്ട് ഈ കാർ അകത്തേക്ക് വലിച്ചു കയറ്റുക. അങ്ങനെ ഹീറോയും കള്ളനും രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അളിയൻ പറയുകയാണ്, ഇപ്പം നിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് ഞാനും ഇതിലൊരു പങ്കാളിയായി, നേരെ ജയിലിലേക്ക് നമുക്ക് പോകാം, അതല്ലേ നിന്റെ തീരുമാനം? അപ്പൊ ഹീറോ പറയും, 45 മില്യൺ ആണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്, അതുമായിട്ട് ജയിലിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ലാന്ന്. അപ്പോഴാണ് അളിയന് മനസ്സിലാവുക എന്തോരം വലിയ പ്ലാനാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്. ആ കാറ് മൊത്തം ഗോൾഡാണെന്ന് ഹീറോ പറയും. ഇത് ലിഫ്റ്റ് വഴി ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അളിയൻ ലിഫ്റ്റിനകത്ത് കയറ്റി ഇറക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, ലിഫ്റ്റിന് മോളി വെച്ചിറക്കാലോ, നിങ്ങൾ കാറ് കൊണ്ടുവരൂ, ഞാനതിന് സഹായിക്കാമെന്നും പറഞ്ഞിട്ട് ഇവർ കാറ് പുറത്തേക്ക് എടുക്കുന്നു. നമ്മുടെ ഇന്ത്യക്കാരനെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന മുറിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഇവർ ലിഫ്റ്റ് ഇവർ നിൽക്കുന്ന ഫ്ലോറിന് തൊട്ട് താഴെ നിർത്തി അതിന് മുകളിലായി ഈ കാറ് വെക്കാൻ പോവുക. കാറ് താഴേക്ക് കൊണ്ടുപോയാൽ പിന്നീട് എന്താ ചെയ്യാൻ പറ്റുക? ഹീറോ പറയും, നമുക്കിത് ഓടിച്ച് എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റാമെന്ന്. അങ്ങനെയാണെങ്കിൽ കീ വേണമല്ലോ. കീ കാറിനകത്തുണ്ടോയെന്നും പറഞ്ഞ് ഇവർ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഹീറോയ്ക്ക് ഒരു ലെഡ്ജർ ബുക്ക് കിട്ടും. ആ ലെഡ്ജർ ബുക്കിനകത്ത് മുഴുവൻ പണക്കാരൻ ഇന്നേ വരെ ചതിച്ചിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ വിവരങ്ങളുണ്ട്. എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാണാം. വലിയൊരു എവിഡൻസ് ആണത്. ആ സമയത്താണ് ഒരു അമ്മൂമ്മ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന് ഇവർക്ക് നോക്കാൻ കൊടുക്കുന്നത്. ഇവർ കാറ് കക്കുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല.
കാണുമ്പോൾ എല്ലാവരും ഇവിടുത്തെ ജോലിക്കാരാണല്ലോ. അതുകൊണ്ട് ഈ പട്ടിക്കുട്ടിയെ കുളിപ്പിച്ച് അപ്പിടിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ് അളിയന്റെ കൈ കൊടുക്കും. അമ്മൂമ്മ പോയി കഴിഞ്ഞിട്ട് ഇവര് മെല്ലെ ലിഫ്റ്റും തുറന്ന് ആ കാറ് ലിഫ്റ്റിന്റെ മണ്ടയിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇതേ നേരത്ത് പുറത്ത് പോലീസുകാരി പണക്കാരനെയും കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഈ കാറ് വെച്ചു കൊടുക്കുക മാത്രമല്ല, നമ്മുടെ 4 കൂട്ടുകാരും കാറിനൊപ്പം ലിഫ്റ്റിന്റെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. ഒപ്പം പട്ടിയും വരും. ഇവര് മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് മറ്റൊരു പണി കിട്ടുന്ന ലിഫ്റ്റ് ഓപ്പറേഷൻ താഴെയുള്ള സെക്യൂരിറ്റിക്കാര് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ലിഫ്റ്റ് നേരെ താഴത്തേക്ക് പോകുന്നു, ലോബിയിലേക്ക് എത്തി. ലോബിയിൽ നിന്നും പണക്കാരനും പോലീസുകാരും ലിഫ്റ്റിനകത്തേക്ക് കയറുകയാണ്. ഇവരെ ലിഫ്റ്റിൽ കയറി നേരെ പണക്കാരന്റെ ഫ്ലോറിലേക്കുള്ള സ്വിച്ച് അമർത്താണ്. സോ ലിഫ്റ്റിനോടൊപ്പം ഹീറോയും കാറും ടീമും തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. നേരെ ഏറ്റവും മുകളിലേക്ക് ചെന്ന് അവിടുത്തെ ഗ്രില്ലി ഇടിച്ച് വലിയ ബ്ലാസ്റ്റ് സംഭവിക്കുമോന്നും പേടിച്ചിരിക്കുമ്പം ഭാഗ്യത്തിന് കാറിന്റെ ബമ്പർ മാത്രമേ ഇടിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അവർ ഇറങ്ങി പോയി കഴിഞ്ഞ് നമുക്ക് താഴേക്ക് പോകാം, പേടിക്കണ്ട, കാത്തിരിക്കാൻ പറയും ഹീറോ. അപ്പോഴാണ് കീ ഇല്ലാതെ ഇനി എങ്ങനെയാണ് കാറ് പുറത്തേക്ക് കൊണ്ടുപോവുക? ഒരു കാര്യം ചെയ്യാം, കള്ളൻ ഇങ്ങോട്ട് വന്നത് ഒരു ട്രക്കിലാണ്, ആ ട്രക്ക് വഴി ഈ കാറ് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയും ഹീറോ. എന്നിട്ട് കള്ളനോട് ചോദിക്കും ട്രക്കിന്റെ കീ എവിടെയാണെന്ന്. കള്ളൻ പറയും അത് ട്രക്കിനകത്ത് തന്നെ ഉണ്ട്, വൈസറിന്റെ അടിയിലുണ്ട്, ആർക്ക് വേണമെങ്കിലും എടുക്കാന്ന്. അത് കേൾക്കുമ്പോൾ ഇൻവെസ്റ്റർ ചോദിക്കുകയാണ്, ഒരു ട്രക്കിന്റെ കീ ട്രക്കിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കട്ടെടുത്തോണ്ട് പോകില്ലേ? അതിന് കള്ളൻ പറയും, ഞാൻ ഓൾറെഡി കട്ടെടുത്താണ്, അതുകൊണ്ട് ആ കീ അവിടെ തന്നെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കട്ടെടുക്കാൻ വേണ്ടി കട്ടെടുത്ത കാറി വരുന്നത്. കള്ള, എന്തൊരു വൃത്തികെട്ട കള്ളനാടാ നീ. ഇത് കഴിയുമ്പോൾ ഹീറോ നമ്മുടെ സെക്യൂരിറ്റി അപ്പൂപ്പനെ വിളിച്ച്, അപ്പൂപ്പ നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ജോലി ഇപ്പൊ വന്നിട്ടുണ്ട്. സ്ട്രീറ്റിൽ ഒരു ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതും എടുത്ത് നേരെ ഗ്യാരേജിലേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പാർസൽ ഇരിപ്പുണ്ട്. ഇത് കേട്ട ഉടനെ സെക്യൂരിറ്റി പാപ്പൻ നേരെ തെരുവിലേക്ക് ചെന്ന് ആ ട്രക്കും എടുത്ത് ഇവരെ ഗ്യാരേജിലേക്ക് പോവാണ്. ആ സമയത്തായിരിക്കും പണക്കാരനും പോലീസുകാരും കൂടെ അയാളുടെ ഫ്ളാറ്റിലേക്ക് വന്നിട്ടുള്ളത്. തന്റെ കാറ് കാണുന്നില്ല എന്ന് കാണുമ്പോൾ പണക്കാരൻ എന്റെ കാർ എവിടെ, എത്രയും പെട്ടെന്ന് നിങ്ങളത് കണ്ടുപിടിച്ച് തരണമെന്ന് പറയാണ്. അപ്പൊ പോലീസുകാരി, ഇവിടെ ഒരു സേഫ് ഉണ്ടല്ലോ, ആ കാര്യം നിങ്ങൾ പോലീസിനോട് പറഞ്ഞില്ല, അത് വലിയൊരു റൂൾ ബ്രേക്കിംഗ് ആണ്, അതിനുവേണ്ടി തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അത് കേൾക്കുമ്പോൾ പണക്കാരൻ പറയും, ആ സേഫിനകത്തൊന്നും ഇല്ലല്ലോ, പിന്നെങ്ങനെ എനിക്കെതിരെ കേസ് വരും? ഇപ്പം അതെല്ലാം പോട്ടെ, ഒരു $10 മില്യൺ അല്ല എനിക്ക് പ്രശ്നം. ഇപ്പം എൻ്റെ കാറ് കാണാതാവാൻ പോലീസായ നിങ്ങളും ഒരു കാരണക്കാരിയാണ്. അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്റെ ജോലി ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ഞാൻ പരമാവധി ഏതറ്റം വരെയും പോകും, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചേരണം. ഇത് കേട്ട പോലീസുകാരി, ഇയാൾ ഇവിടെ തന്നെ പൂട്ടി വയ്ക്കൂ, നമുക്ക് ആ കാറ് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് നേരെ സെക്യൂരിറ്റി മുറിയിലേക്ക് വരികയാണ്. അതേ സമയത്ത് ബിൽഡിംഗ് മൊത്തം ലോക്ക് ചെയ്യാൻ പറയും. സെക്യൂരിറ്റി മുറി വന്ന് ഗ്യാരേജിലെ ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രക്ക് നിൽപ്പുണ്ട്. ട്രക്ക് ക്ലോസ് ചെയ്ത് അപ്പൂപ്പൻ അത് ഓടിച്ചു പോകാൻ നോക്കുമ്പോൾ പോലീസുകാരിക്ക് മനസ്സിലായി കാറ് ട്രക്കിനകത്ത് തന്നെയാണെന്ന്. അപ്പൂപ്പനാണെങ്കിൽ ചുറ്റും വരുന്ന സാധനങ്ങളെല്ലാം ഇടിച്ചു തെറിപ്പിച്ച് സ്റ്റൈലായിട്ട് സന്തോഷത്തോടെ ആൾക്കാരുടെ ഇടയിലൂടെ ആൾക്കാരെ എല്ലാം പേടിപ്പിച്ച് ഈ ട്രക്ക് ഓടിച്ചു പോവാ. പോലീസുകാർ പുറകെ ചെല്ലുന്നുണ്ട്. നഗരമധ്യേ വെച്ച് ചുറ്റും പോലീസുകാർ വളഞ്ഞ് അപ്പൂപ്പനെ പിടിക്കും. എന്നിട്ട് ഇവർ ഓടി വന്ന് ട്രക്ക് തുറന്നു നോക്കുമ്പോണ്ട് അതിനകത്ത് ഈ കാറില്ല. പോലീസുകാരി അപ്പൂപ്പനോട് പറയും, നിങ്ങളുടെ ട്രിക്കൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ആരും രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, ആ കാർ എവിടെയാണ്? അത് കേൾക്കുമ്പോൾ അപ്പൂപ്പൻ പറയും, ഏത് കാറ്? നിങ്ങൾ എന്തിനെക്കുറിച്ചായി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയപ്പോൾ റോഡിൽ കിടന്നൊരു വണ്ടിയെടുത്ത് ഞാൻ എവിടെയെങ്കിലും ഇടിച്ച് മരിക്കാൻ ശ്രമിച്ചു, ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതും പറഞ്ഞ് ചിരിച്ചോണ്ട് അപ്പൂപ്പൻ പോകും. അങ്ങനെ സീൻ അവിടെ അവസാനിക്കുന്നു. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാർ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് പോലീസുകാർ സംശയമുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോലീസുകാരിക്ക് ഹീറോയുടെ കൂട്ടുകാരെ എല്ലാം അറിയാം. അതുകൊണ്ട് ഈ ക്രൈമിൽ ബന്ധപ്പെട്ട എല്ലാവരെയും പോലീസുകാരി അറസ്റ്റ് ചെയ്യുന്നു. അളിയനെ, ഗുണ്ടുചേച്ചിനെ, ഇന്ത്യക്കാരനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും. അവസാനം ഹീറോയുടെ അടുത്തേക്ക് വരികയാണ് ഹീറോയിൻ. എന്നിട്ട് അവൾ പറയും, എന്തായാലും നീ ഒരു സ്മാർട്ട് പ്ലേ ആണ് കളിച്ചത്, അതെനിക്കിഷ്ടായി. പൂരത്തിന്റെ ദിവസം പരേഡ് കോഡ് ഡേറ്റ് മാറ്റി എന്ന് വിളിച്ച് പറഞ്ഞു, അപ്പൂപ്പനെ ഉപയോഗിച്ച് ഞങ്ങളെ വഴിതെറ്റിച്ചു, എന്നോട് നുണ പറഞ്ഞു, എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, നിന്നോട് ഞാൻ നുണ പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം സത്യമോ നുണയോ? നിനക്ക് വേണ്ടി ഞാൻ റെസ്റ്റോറൻറ്റ്സ് ബുക്ക് ചെയ്ത് സത്യമാണ്. ഇപ്പോഴും ചോദിക്കുന്നു, ശനിയാഴ്ച നീ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അത് കേട്ട് പോലീസ് അരിച്ചിരിക്കും. ശനിയാഴ്ച നീ പുറത്തുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറയാവുള്ള. ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരെയും ഒരു പോലീസ് ട്രക്കിൽ പൂട്ടിയിട്ട് വിചാരണയ്ക്ക് കൊണ്ടുപോവാണ് പോലീസ്. അതേ ട്രക്കിനകത്താണ് പണക്കാരനുള്ളത്. പണക്കാരൻ ചോദിക്കും, എന്റെ കാർ എവിടെയാണ്? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്റെ കാർ എവിടെ? ജീവൻ വേണമെങ്കിൽ അതിനുത്തരം പറയുക. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, നിങ്ങൾ ഉദ്ദേശിച്ചത് സ്വർണം കൊണ്ടുണ്ടാക്കിയ കാറാണോ? അതാണെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ക്ഷമിക്കണം. അപ്പൊ പണക്കാരൻ, ഞാൻ ക്ഷമിക്കുന്നോ ഇല്ലയോ, എന്റെ കൂട്ടുകാർ ക്ഷമിക്കാൻ പോകുന്നില്ല, അവരത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് ചിന്തിച്ചു നോക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നുകിൽ ജയിൽ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് മരണം. ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ആ സമയത്ത് ഞാൻ എൻ്റെ പെന്റ് ഹൗസിൽ ചായയും കുടിച്ച് വളരെ സമാധാനപരമായി സന്തോഷമായിട്ടിരിക്കും. അത് കേട്ട് ഹീറോ പറയും, അത് തൻ്റെ അത്യാഗ്രഹം മാത്രമാണ്, നടക്കാൻ പോകുന്നില്ല. കാരണം കാറിനൊപ്പം നീ മറന്നുവെച്ച മറ്റൊരു സാധനം കൂടെ ഉണ്ട്, നിന്റെ ലെഡ്ജർ. അതെനിക്ക് കിട്ടി. തൻ്റെ എല്ലാ കപട കച്ചവടങ്ങളുടെയും ലിസ്റ്റ് അതിനകത്തുണ്ട്, മുഴുവനുണ്ട്. ഇത് കേൾക്കുമ്പോൾ പണക്കാരൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറും. ഹീറോ പറയും, എനിക്കറിയാം, 10 മില്യണോ 20 മില്യണോ 40 മില്യണോ നിനക്കൊരു പ്രശ്നമല്ല, ആ ലെഡ്ജർ ബുക്കാണ് പ്രശ്നം, അല്ലേ? ഇതാണ് എൻ്റെ ചെസ് പ്ലേ. ആ ലെഡ്ജർ ബുക്കാണ്
എന്റെ റാണിക്കരു, ഇനി കളിക്കാൻ താൻ തയ്യാറാണോ? അത് കേൾക്കുമ്പോൾ പണക്കാരൻ പറയും, കളി ഇപ്പം നിന്റെ കയ്യിലാണെന്ന് എനിക്ക് മനസ്സിലായി, നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. ആ കാറിന് എന്താണ്? വെറും 10 മില്യൺ. അതല്ല, അതിന് 10 മടങ്ങ്, നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പണം. അതാണ് ഞാൻ തരാൻ പോകുന്നത്, ക്യാഷ് ആയിട്ട് തന്നെ. സമ്മതിക്കേ, നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല, നമ്മൾ സമാധാനത്തോടെ പിരിയുന്നു. എന്തു പറയുന്നു? ഇത് കേൾക്കുമ്പോൾ ഹീറോയും ടീമും പറയും, നമ്മുടെ വീട്ടിലെ നിയമം നിങ്ങൾ വീണ്ടും മറക്കുന്നു, ജോലിക്കാരും ടിപ്സ് സ്വീകരിക്കില്ല. ചെക്ക്മേറ്റ്. സോ വില്ലനെ കൊടുക്കാൻ തന്നെയാണ് ഇവരെ തീരുമാനം. അതിൽ നിന്ന് ഇവർ പിന്മാറുന്നില്ല. ഇപ്പൊ ഹീറോയെ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുക. ആ കാർ എത്രയും പെട്ടെന്ന് പോലീസുകാർ കണ്ടുപിടിക്കും. കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ ശിക്ഷയിൽ എന്തേലും ഇളവ് തരാം, അതുകൊണ്ടുള്ളതെല്ലാം തുറന്നു പറഞ്ഞോ എന്നും പറഞ്ഞ് പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുക. അപ്പോഴായിരിക്കും ഹീറോയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ വക്കീലിന് പഠിച്ചുകൊണ്ടിരുന്ന ലേഡി 3 ദിവസം മുന്നേ വക്കീലായിട്ട് ഹീറോയ്ക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് വരിക. അവര് പറയും, എന്റെ ക്ലയന്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ റിലീസ് ചെയ്യാൻ ചോദിക്കുകയാണ്. പോലീസുകാർ എന്ത് കാര്യത്തിനെന്ന് ചോദിക്കും. നമ്മുടെ ചേച്ചി ആ ലെഡ്ജർ ബുക്ക് കാണിച്ചിട്ട് മിസ്റ്റർ ഷോന്റെ എല്ലാ ഇടപാട് ഡീറ്റെയിലുകളും ഇതിനകത്തുണ്ട്. കോടിക്കണക്കിന് രൂപ അയാളെ പറ്റിച്ചതിന്റെ എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട്. അത് പോലീസുകാർക്ക് വേണമെങ്കിൽ എന്റെ കക്ഷിക്കാരനെ നിങ്ങൾ ഇപ്പോൾ തന്നെ വെറുതെ വിടണം, എന്നാ പിന്നെ ഞങ്ങൾ പോലീസിനെ സഹായിക്കാം. അത് കേൾക്കുമ്പോൾ പോലീസ് ചീഫ് പറയും, വക്കീലായിട്ട് നിങ്ങൾ 3 ദിവസമായിട്ടില്ല, അപ്പോഴേക്കും ഗവൺമെന്റിന് കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ചോ? അതിന് നമ്മുടെ വക്കീല് ചേച്ചി, സ്രാവ് ജനിക്കുമ്പോഴേ നീന്തൽ പഠിച്ചല്ലേ സാർ, അതിന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പൊ പോലീസുകാരൻ, എന്നാ ശരി, എല്ലാവരെയും ഈ കേസിൽ നിന്ന് റിലീസ് ചെയ്യാം, പക്ഷേ ആ കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-ാം പ്രതിയായ ഹീറോ 2 വർഷം ജയിലിൽ കിടക്കണമെന്ന് പറയും. അതിന് സമ്മതമാണെങ്കിൽ ആ ഡീലിന് പോലീസുകാർക്ക് സമ്മതമാണ്. ഹീറോ സമ്മതിക്കും, എല്ലാവർക്കും പണം കിട്ടുമല്ലോ, എല്ലാവരും റിലീസ് ആവുകയും ചെയ്യും. സോ താൻ 2 വർഷം ജയിലിൽ കിടക്കാമെന്ന് പറഞ്ഞ് ഹീറോ സമ്മതിക്കും. ഹീറോയുടെ കൂട്ടുകാരെല്ലാം റിലീസാകുന്നു. അവർ മറച്ചു വെച്ചിരുന്ന കാറ് അവർ തിരിച്ചെടുക്കുന്നു. ഇതിൽ രസം എന്താന്ന് വെച്ചാൽ, ആ കാർ അവർ ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടേ ഇല്ല, അത് സ്വിമ്മിംഗ് പൂളിലിട്ട് മറച്ചു വെക്കുകയായിരുന്നു. നമ്മുടെ പണക്കാരൻ ഇനി പുറത്തു വരുമോന്നറിയില്ല, നേരെ സെൻട്രൽ ജയിലിലേക്കാണ് പുള്ളിക്കാരനെ കൊണ്ടുപോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കാറിന്റെ ഓരോ പാർട്സ് ആയിട്ട് ഓരോരുത്തർക്കും പങ്കുവെക്കുകയാണ്. ഹീറോയിൻ ടീം മാത്രമല്ല എടുക്കുന്ന, നഷ്ടം സംഭവിച്ച ടവറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും അവരുടെ പങ്കായിട്ട് ഈ കാറിന്റെ ഓരോ പാർട്സുകൾ ഹീറോ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയെ ഒരു ക്ലോസപ്പും കാണിച്ചിട്ട് ടവർ ഹൈസ്റ്റ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from ഒരു കഥ.